SDPIയുടെ പോസിറ്റീവ് പൊളിറ്റിക്സിനെ പറ്റി കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം എന്ന നിലക്ക് പറയാവുന്ന ഒരു കാഴ്ച തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ കാണുകയുണ്ടായി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK നേതാവായ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി കൂടിയായ സ്റ്റാലിൻ്റെ മകൻ കൂടിയായ ഉദയനിധി സ്റ്റാലിൻ SDPIയുടെ ഷാളുമായി പ്രചരണം നടത്തുന്നത്, SDPIയുടെ ഷാൾ ഇട്ടുകൊണ്ട് പ്രചരണം നടത്തുന്ന വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. കേരളത്തിൽ VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് വർഗീയവാദ ചാപ്പകുത്തി മാറ്റി നിർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, മുസ്ലിം ലീഗ് പോലത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം പാണക്കാട് സാദിഖ് അലിയെ പോലെയുള്ള, പാണക്കാട് മുനവ്വർ അലി പോലെയുള്ള ആളുകൾ ഇത് തമിഴ്നാട്ടിലുള്ള ഈ സഖ്യങ്ങൾ അപകടമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരു കാര്യത്തിൽ KM ഷാജിയെ പോലെയുള്ള ആളുകൾ രാജ്യദ്രോഹികൾ എന്ന് ചാപ്പകുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഷാളും പതാകയും കൈകളിലേന്തിയാണ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി കൂടിയിട്ടുള്ള സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇത് കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഒരു തരത്തിലും SDPIയെ ഇനി മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയാൽ അവിടുത്തെ ഉത്തരവാദപ്പെട്ട സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന ആൾ SDPIയുടെ ഷാൾ ഇട്ടുകൊണ്ടാണ് അവിടെ പ്രചരണം നടത്തുന്നത്. ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഭീകരവാദ, തീവ്രവാദ, വർഗീയവാദ ചാപ്പ കുത്തിക്കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് വളരെ വലിയ കുതിപ്പ് SDPI വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ദാവൺഗരയെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിട്ട് കർണാടകയിൽ മത്സരിക്കുന്നു. തമിഴ്നാടിൽ DMK മുന്നണിയുടെ ഭാഗമാണ്. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് ഇതേ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവിടെ ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടാണ് SDPI മത്സരിക്കുന്നത്. ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു, ഒരേ മുന്നണിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും സാമ്പ്രദായിക പാർട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതാണ് CPM അടുത്ത കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിലാണ്. DMKയുടെ ഉദയനിധി സ്റ്റാലിൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധത സമീപനം, സംഘപരിവാർ വിരുദ്ധത പറയുന്ന, RSSന്റെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, രാജ്യത്തെ ഏറ്റവും വലിയ RSS വിരുദ്ധ ശബ്ദമായ, സംഘപരിവാർ വിരുദ്ധ ശബ്ദമായ, ഫാസിസ്റ്റ് വിരുദ്ധ ശബ്ദമായ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ്. ആ ഉദയനിധി സ്റ്റാലിന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI ഷാൾ ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, SDPI അംഗീകൃതപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണെന്നുള്ള ഒരു നിർണായകമായ പ്രഖ്യാപനം പോലെയുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ LDF, UDF, CPM, ലീഗ്, കോൺഗ്രസ് സർവകക്ഷികളും കർണാടകയിലേക്ക് എത്തിയാൽ DMKയുടെ കൂടെയാണ്, സംയുക്തമായ SDPIയുടെ കൂടെയാണ്. ഇവിടെ എത്തുമ്പോൾ മാത്രം വെറുതെ നിലവിളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരൊന്നും കുരുപൊട്ടി ഒലിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അനിവാര്യമായ ഒരു പ്രസൻസായി SDPI മാറിയിരിക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിലപ്പോവില്ല. അവിടെ ആർക്കും തീവ്രവാദ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, അവിടെ ആർക്കും ഭീകരവാദ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, അവിടെ KM ഷാജിയെ പോലെയുള്ള രാജ്യദ്രോഹ സർട്ടിഫിക്കറ്റുകൾ ചാപ്പയടികളൊന്നും നടക്കാറില്ല. VD സതീശനെ പോലെയുള്ള ആളുകൾ അവിടെ ഇല്ല. അവിടെ നയിക്കുന്നത് MK സ്റ്റാലിനാണ്, ഉദയനിധി സ്റ്റാലിനാണ്. അപ്പോൾ സമ്പൂർണമായിട്ടുള്ള ഒരു മതേതര നിലപാട് എങ്ങനെ ആയിരിക്കണമെന്നും, ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തിൽ കൂടെയുള്ള സർവ്വ പ്രസ്ഥാനങ്ങളെയും, സെക്യുലറായി നിൽക്കുന്ന, അതിനെതിരെ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്ന സർവ്വ പ്രസ്ഥാനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ MK സ്റ്റാലിൻ മുമ്പോട്ട് വെക്കുന്നത്, ഉദയനിധി സ്റ്റാലിൻ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമേ അല്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം
തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി തമിഴ്നാട്ടിൽ ഇത്രയും സഹകരിച്ച് പ്രവർത്തിക്കുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും കൊടികൾ പിടിച്ച് അവരുടെ വേദികളിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് എത്തുമ്പോൾ വർഗീയവാദ ചാപ്പകുത്തി മാറ്റി നിർത്തുന്നത് ഇവരുടെ നിലനിൽപ്പിന്റെ ആവശ്യം മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തമിഴ്നാട് ഒരു സൂചന നൽകുന്നുണ്ട്. ആ സൂചന എന്നുള്ളത് ഇന്ത്യയിലെമ്പാടും പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള അവരുടെ സമീപനം കൊണ്ട് SDPI നേടിയെടുത്തിട്ടുള്ളതാണിത്. ബംഗാളിലേക്ക് പോയാലും ഇതേ കാഴ്ചകൾ നമുക്ക് കാണാം. സമീപ ഭാവിയിൽ ഇന്ത്യയിലുള്ള വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രസൻസായി SDPI മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളോടൊപ്പം ഈ SDPI ഷാളും പതാകയും കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ മുന്നണികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഷാളിട്ടുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI എന്നുള്ളത്. ഉദയനിധി സ്റ്റാലിൻ്റെ പ്രചരണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് SDPIയുടെ ഷാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം.